ഭാരതത്തിൽ പുരുഷന്മാരുടെ ദീർഘായുസ്സിനു വേണ്ടി ഉത്സവങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ലോകമെമ്പാടും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ 4-5 വർഷം കുറച്ചാണ് ജീവിക്കുന്നത്. വലിയ സാഹസികത കാണിക്കാനോ യുദ്ധത്തിൽ വീര്യം തെളിയിക്കാനോ പോയി രക്തസാക്ഷികളായതുകൊണ്ടല്ല ഇത്. അവർ മണ്ടന്മാരാണ്. ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് കണ്ടു. അതിന്റെ തലക്കെട്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നതെന്നായിരുന്നു. പുഴക്കരയിൽ 2-3 മുതലകൾ കിടക്കുന്നുണ്ട്. ഒരാൾ മുതലയുടെ തോൽ പുതച്ച് അവയുടെ ഇടയിലേക്ക് പോയി. കുറച്ചുനേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തപ്പോൾ അയാൾക്ക് മടുപ്പ് തോന്നി. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന മുതലകളെ മാന്തിക്കൊണ്ടിരുന്നു. കാലുകൾ പുറത്തു കാണാം, മുകളിൽ തോലിട്ടിട്ടുണ്ട്. മുതലകൾ വിഡ്ഢികളാകുമെന്ന് അയാൾ കരുതി. അതിന്റെ ടൈറ്റിൽ അതായിരുന്നു. സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. സ്വാസ്ഥ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. വേറെ ഒന്നുമല്ല. ആരെയാണോ നിങ്ങളുടെ സർവസ്വമായി മാറ്റിയത്, ആരാണോ നിങ്ങളുടെ സംരക്ഷകനായത്? നിങ്ങളെ പോറ്റുന്ന ആൾ മരിച്ചുപോയാൽ കുടുംബം പട്ടിണിയാകുമല്ലോ. അതിനാൽ അയാളുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. ഇതിൽ സ്നേഹമൊന്നുമില്ല. അയാൾ മരിച്ചുപോയാൽ കുടുംബം വഴിയാധാരമാകും. അതുകൊണ്ട് ഇത് വെറും സ്വാർത്ഥതയാണ്. അയാൾ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ പോയി നോക്കൂ. അയാളുടെ കട്ടിലിനടിയിൽ മുതലയുടെ തോൽ കാണാം.